കുറേ നാളായി അമ്മ പറയണോ ഇഷായോഗി ടെമ്പിളിൽ ഇഷായോഗി ടെമ്പിൾ കൊണ്ടുപോകാൻ. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ അമ്മയുടെ ആഗ്രഹമല്ലേ കൊണ്ടുപോയേക്കാം. അപ്പോൾ ഞങ്ങൾക്കും ഉണ്ട് കേട്ടോ ആ ആഗ്രഹം, പോകാനൊന്ന് കാണണമെന്നും ഒക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. കൂടുതൽ അവിടെ നിന്ന് കുറേ ഫോട്ടോസ് എടുക്കണം കേട്ടോ. അപ്പോൾ പോണ വഴി നല്ല വിശപ്പൊക്കെ തോന്നി കഴിഞ്ഞപ്പോൾ അനിയൻ പറഞ്ഞു നമുക്ക് ലുലു കയറി കഴിച്ചാലോ എന്ന് ഓർത്ത് ഓക്കെ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഓക്കെ പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പോണതൊക്കെ കൊള്ളാം, ഫുഡ് മേടിക്കുക, മേളിൽ പോയി കഴിക്കുക, തിരിച്ചു പോവുക, അത്ര തന്നെ, വേറെ ഒന്നിലേക്ക് അമ്മയുടെ മോക്കടേയും കണ്ണ് പോകരുത് എന്ന് പ്രത്യേകം പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും അമ്മയും അതിൻ്റെ ഉള്ളിലേക്ക് കയറിയത് മറ്റേ ബിന്ദു പണിക്കർ പറഞ്ഞ പോലെ ഏതെടുക്കണം, മിക്സി എടുക്കണോ, കൊച്ചിനെടുക്കണോ, ആ അവസ്ഥയായിരുന്നു ഞങ്ങൾക്ക് എന്തെടുക്കണം എന്നായിപ്പോയി. കരിമ്പൻകാട്ടിൽ ആന കയറിയ അവസ്ഥയായിരുന്നു ഞാനും എൻ്റെ അമ്മേൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ. അമ്മ പറഞ്ഞു എടി ഇതൊക്കെ എന്ത് ഓഫറുണ്ട്, നമുക്ക് മേടിച്ചാലോ, വീട്ടിൽ സോപ്പോടി ഇല്ല, അതില്ല ഇതില്ല എന്നുള്ളൊക്കെ പരാതിപ്പെട്ടികൾ അമ്മയും തുടങ്ങി. ഞാൻ പറഞ്ഞു ആ ശരി അമ്മ നമുക്ക് മേടിക്കാം. പക്ഷെ അവൻ സമ്മതിക്കില്ലല്ലോ. അവനോട് പറഞ്ഞു എടാ മേടിച്ചാലോ. അപ്പോൾ അവൻ പറഞ്ഞു നിങ്ങൾ ഇവിടെ മേടിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പോകും, അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഒരുപാട് താമസിക്കുന്നൊക്കെ പറഞ്ഞ് തിരിച്ചു വരുമ്പോൾ എല്ലാം മേടിച്ചു തരാമെന്നൊക്കെ പറഞ്ഞാൽ അവൻ ഞങ്ങളോട് പറഞ്ഞു ശരി അവൻ പറഞ്ഞതല്ലേ മേടിച്ചു തരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ബിരിയാണി മേടിച്ചു, പിന്നെ അതിനുള്ള അച്ചാറൊക്കെ മേടിച്ച് ഞങ്ങൾ നല്ല നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ, എന്തോ മലബാർ ചിക്കൻ ബിരിയാണി അങ്ങനെ അതൊക്കെ മേടിച്ചു കേട്ടോ. അങ്ങനെ അത് മേടിച്ച് അങ്ങോട്ട് പോകും. ബില്ലടിക്കാൻ പോണ വഴിയാണ് അടുത്തതൊക്കെ കണ്ട് ഡോണട്സ്. എൻ്റെ പൊന്നെ അതൊക്കെ കണ്ട് നിൽക്കാനേ പറ്റുള്ളൂ, അതൊന്നും മേടിക്കാൻ പറ്റില്ല. കാരണം ഇതൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ കഴിക്കൂല എന്ന് അവനറിയാം. അതുകൊണ്ട് അവൻ പറഞ്ഞു വാ എന്നും പറഞ്ഞു. പിന്നെ ഞങ്ങൾ പച്ചക്കറിയുടെ അവിടെയൊക്കെ വെറുതെ പോയി നോക്കിയതാണ്. ആ മറ്റേ പൊങ്ങൊക്കെ ഉണ്ട് കേട്ടോ, ഞാനിവിടെ ആദ്യമായിട്ട് കാണണം ഇങ്ങനെ പൊങ്ങ്. പിന്നെ മറ്റേ കരിമ്പന പഴുത്തതോ അങ്ങനെ എന്തൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടാവാറുണ്ട് അവിടെ. ഒരു പ്രാവശ്യം ഇതിന് മുന്നേ ഇപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും അമ്മയും കൂടി, അമ്മയ്ക്ക് എസ്കലേറ്റർ കയറാൻ നല്ല പേടിയാട്ടോ. അപ്പോൾ അമ്മേനെ പറഞ്ഞു നമുക്ക് രണ്ടുപേരും കൊണ്ട് ലിഫ്റ്റിൽ പോകാം, മേളിൽ പോയിരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ ശരിയെന്ന് പറഞ്ഞാൽ അമ്മേനെ കൊണ്ട് ഞാൻ പയ്യെ ലിഫ്റ്റിൽ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു, നല്ല നല്ല മിററും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞപ്പോൾ. അപ്പം അമ്മയ്ക്കും ഇപ്പോൾ ഓക്കെയാണോ വീഡിയോ ഒക്കെ എടുക്കുക. അമ്മ പറയും വീഡിയോ എടുത്ത് ഇടുന്ന് പറയും കേട്ടോ. ആദ്യമൊക്കെ അമ്മ ആൾക്കാർ കാണുമെന്ന് പറഞ്ഞു. ഇപ്പം അമ്മ പറയും എടുക്കുന്ന അമ്മ പറയണേ. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നൊരു ഉത്സവപ്പറമ്പിൽ ആൾക്കാരുണ്ട്, അത്രയ്ക്ക് തിരക്കായിരുന്നു കേട്ടോ. ചെയറൊക്കെ കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. പിന്നെ അങ്ങനെ നിന്ന് ഞങ്ങൾക്ക് ചെയറും കിട്ടി. നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ. ബിരിയാണി മേടിച്ചു. പിന്നെ എന്തായിരുന്നു ബട്ടറിലോ പെപ്പർ ചിക്കൻ മേടിച്ചു. പിന്നെ ചിക്കൻ ഫ്രൈ മേടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതും കഴിച്ച് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഞങ്ങൾ നേരെ കോയമ്പത്തൂർക്ക് പോയി കേട്ടോ. ഇത്രയേ ഉള്ളൂ.